പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ ഏഴ്സാസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? ഇതേതാ വലത്? ഒരു ഉമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. ഓ, യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ല സ്ഥലം, അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് ട്രെയിൻ പിടിച്ചു. കാറ് യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ ആവാട്ടെ. ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിലാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോസന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നുമില്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. വരെ യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യം ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലാ പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടണത് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞാൽ ശരി. ആ, അപ്പൊ കേൾക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അയ്മോദകവും ഇരട്ടിമതിലൊക്കെ ഇട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടല്ലോ കുയിൽനാദാവും, കുയിൽനാദം.
ശരിയാവേ വരും. കുട്ടി ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ. നമുക്ക് പല്ലവി നോക്കാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഇത്തിരി പഞ്ചസാര ഇടേണ്ട ഒരു സ്വീറ്റ് ആകാൻ. പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കുന്നു. എന്ത് കഷ്ടം. വന്നേ. ആ ഒന്നുകൂടി വന്നേ. അതെന്താ ഇത് കൊളമാണല്ലോ. അതേ തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളമാണല്ലോ ഒന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയ പോരെ? സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ജൂനിയറെ, അതെ 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 ജൂനിയറെ, നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയർ? അതന്നെ. എന്നാലേ ഞാനൊരു അഡ്രസ് തരാം. എറണാകുളത്തുള്ളൊരു കുട്ടിയാ. കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പൂ എന്റെ കൃഷ്ണ. എന്താടി ഈ വഴി? ഏയ് ഒന്നുമില്ല, ഞാൻ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. എന്നിട്ടെന്താ ഈ വഴി? സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നേ. ഇവിടെ തട്ടാനില്ലേ ഗോവിന്ദൻ, ഒരു കമ്മൽ വിളക്കാൻ കൊടുത്തിരുന്നേ. ഇതൊക്കെ നിന്റെയാ? കണ്ടോര് കിട്ടൊന്നും ഞാനിടില്ല. ഈ കമ്മല് സ്വർണ്ണ? നല്ല അസല് സ്വർണ്ണ. എന്റെ കമ്മലും മാലയും വളയും ഒക്കെ സ്വർണ്ണ. മുക്കൊന്നും ഞാനിടില്ല. നിന്റെ ഭാഗ്യം. നിനക്ക് അവിടെ എന്താ സുഖം? ഇവിടെ പണിയെടുത്തെടുത്തന്നെ നടുവൊടിഞ്ഞു. എന്നിട്ട് തരണതോ 150 റുപ്യ. പിന്നെ വളിച്ചതും പുളിച്ചതും കൈയിട്ട് വാരിയതും അറയ്ക്കും. എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ വേലക്കാരിയായിട്ടൊന്നല്ല നിക്കണേ. പിന്നെ എങ്ങനെ ഞാനതൊക്കെ അറിയാ? നിന്റെ പാട്ട് നന്നായിട്ടോ. കാണാനൊക്കെ ഇതന്നെയാ പറയണേ. വഴിയില് ചെക്കന്മാര് കളിയാക്കുക. എസ് ജാനകിന്ന് വിളിച്ച്. ശശിയേട്ടൻ പറയണത് ചിത്രയുടെ പോലെയെന്നാ. ശശിയേട്ടന്റെ പാട്ട് എന്ത് രസമല്ലേ? ശരിക്കും വിശ്വാസ്. പോയി അവരൊക്കെ? ആരൊക്കെ ഉണ്ട്. ശശികുമാർ എട്ടരയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി. 10:30 മേലിന് പോകാനാ. പത്മിനിയടുത്ത് ഒന്നൊന്നും പേടിക്കണ്ട. അയാൾ ഇവിടെ വരും. എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് വല്ല ബഹളം ഉണ്ടാക്കുവോ? അതിനുള്ള ചങ്കുറ്റൊന്നുമില്ല. ആള് പാവ. ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നാളെ അയാൾ പണിക്ക് വരുന്ന. ചായോ? എന്തിനാ ഇപ്പൊ ചായ? എനിക്ക് വേണ്ട. ഒരു ചായ കുടിച്ചാൽ എന്താ? ഏതായാലും കൊണ്ടുവന്നല്ലേ. ചായ കുടിച്ചാ പിരിയണ വല്ല സാധനം ഉണ്ടാവാത്ത. എന്ത് സാധനം? നോണയൊന്നും പറയണ്ട. മുഖം കണ്ട എനിക്കറിയാം. മണം കൊണ്ട് ഒപ്പിച്ചേ. ഓടി മണം. ചോദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച് അനുവാദം വാങ്ങിച്ചോ. എന്താ ചോദിക്കാൻ? എന്താടി? ഒന്നല്ല, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചോളെ. എന്താടി? തുണിയോ മാലയോ വള വല്ലതാണോ? പിന്നെ എന്താന്ന് വെച്ചാ വാവർന്ന് പറ. എന്നെ ചീത്ത പറയോ? ചീത്ത പറയണ്ടാന്ന് പറയും. എന്നാ ഞാൻ പറയണില്ല. ആ വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയിക്കോട്ടെ. പോവേ? എങ്ങട്? ഗാനവേളയ്ക്ക്. വിളിച്ച പാടാൻ. ഇഷ്ടല്ലെങ്കിൽ വേണ്ട. ഇഷ്ടാണെങ്കിലോ? സത്യ? എന്ന് വെച്ച് കയറൂരി വിട്ടോലൊന്നാവണ്ട. അടുത്ത കൊല്ലം ആണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കും സൗകര്യം ഒത്തു വന്നാ നോക്കാം.
ശരിക്കും ഞാൻ കണ്ടുന്നേ. സ്വപ്നം വിചാരിക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്കാളെ ഇഷ്ടമായില്ല. ഒരു ബഫൂൺ. സ്വരം അതുപോലെ തന്നെയാ, കള്ളത്തൊണ്ടിയാ. ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം. ഗാനഗന്ധർവൻ. കുട്ടിക്ക് അസൂയ. എനിക്കെന്തിനാ അസൂയ? ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക്? അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി അമ്മ പറയണത്. വഷളായനെ. തള്ളയുടെ മൂന്ന് കുശുമ്പും കുന്നായ്മയും അല്ലേ സംഗീതക്കാര്. ഇതുവരെ കഴിഞ്ഞല്ലേടി? എത്ര നേരമായി? മെഷീനൊന്നല്ല എടി. അവിടെ ആശാരിമാര് വന്നിരിക്കണം. 3 പേര് വന്നിട്ടുണ്ട്. ഇനി 2 പേരും കൂടി വരും അത്രേ. അതിന് ഞാനെന്ത് ചെയ്യണ്ടേ? തല കുത്തിക്കണോ? തല കുത്തി നിൽക്കൊന്നും വേണ്ട. നീ അങ്ങോട്ട് വേഗം വന്നാ മതി. ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം. കെട്ടിയാൻ വരണമെന്ന് അറിഞ്ഞപ്പോ മുതൽ നിലത്തൊന്നുമല്ല സാധനം. സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും. എന്താ ഒരു വെയില്, ഉരുകും. ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകട്ടെ. ആശാരിമാര് എത്ര പേരുണ്ട്? ആ ഞാൻ നോക്കിയില്ല. നിന്റെ പിണക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പെണ്ണേ, മോളെ. ആ എന്താ? ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ളായെങ്കിൽ ഇത്തിരി വരാൻ പറ. ഭയങ്കര പരവേശം. ഓ പണിക്കാരി, അത് കെട്ടിയുള്ള പണിക്കാരി. അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞോളം എടുത്ത് കൊടുക്കണ്ട. അയാൾക്ക് കാറും കളിക്ക് കൊടുക്കും ഞാൻ. ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ 18 അടവും പയറ്റിയിട്ടാ ഒന്ന് വന്നു കിട്ടിയത്. ചതിക്കരുത്. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ എന്താടി? എന്താ ആരം കളിക്ക് കൊടുത്തു നീ? ഇതൊക്കെ വട്ട് പിടിച്ചോ നിനക്ക്? രാധേ എടീ, നീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവൻ. ഗന്ധർവനോ? മനസ്സിലാണ് പറ. ചെന്ന് നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല. എനിക്കിപ്പോ പോണം. ആ കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ അതിനോട് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്നും പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ നീ അതൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, 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 എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയി കേട്ടോ. എന്താ പിണങ്ങിപ്പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ.
എന്റെ പെങ്ങളെ മോനാ, മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ? ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. അയാൾ ഇനി മുതൽ പണിക്ക് വരാണ്ടിരുന്നാ മതി. ആര്? യേശുദാസ്. അയാൾ വന്നു നിനക്കെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കാ തമ്പുരാട്ടിമാര്. അയാളെപ്പറ്റി എന്തൊക്കെയാ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണമെന്നറിയോ? പുളിയും കൊട്ടോടിയും കൊണ്ട് യേശുദാസ് വരണത് കണ്ടാ നല്ല സുഖായി. നീ എന്തിനെ കണ്ട നുണയൊക്കെ പറയാൻ പോയത്? അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അമ്മേ, എന്നാ പുള്ളു. അച്ഛന് ബിസിനസ്, അച്ഛൻ പാടും അമ്മ പാടും. അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടുകാരത്രേ. പിന്നെ വീട്ടിൽ കാറുണ്ട്, ഉണ്ടാവും കാറിന്റെ പാടം. ഇങ്ങനെ ഒരു പുളിയടിക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കുളിക്കാൻ പോവാ? അല്ല, ഊണഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. എടീ, യേശുദാസ് മുങ്ങി. മുഴക്കോലെ, അവിടെ നിക്കടാ. മുഴക്കോലെ, രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മുന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എടുത്ത ആശാരിയടാ. വെറുതെ അല്ല അലുമിനിയം കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. കള്ളപ്പണി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ പണി പുറത്തേക്ക് പോവും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ, ശരിയാ. ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ. അതിലൊരു കള്ളത്തരമില്ല കേട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്. ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി. ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ടേ? ആശാരി എന്താ പറയാ? എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെയും കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ, അങ്ങനെ അടിക്കരുത്. കൊട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ. മാ പിടി. ആ കണക്ക് എനിക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മോൾക്കോലെ
ചാച്ചി മുഴക്കോല് ഇത് സംഭവമാവാ കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടണം തെറി വിളിക്കും. ഏത് തമ്പരാട്ടോ ഏലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയൊന്നും അല്ല, അത് ഇവിടെ വേലക്ക് നിൽക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്താന്ന്. അതെയോ? എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. പത്നി, ചന്ദ്രനാരുടെ കത്ത ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്. വരും വരുന്നുള്ള ഈ കാത്തിരിപ്പ് വലിയ വിഷമാ. ഇവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു. കുറച്ച് പണിയോടി ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ. ആശാരിമാരാരേലും ഉണ്ടേല് ഒരു 10 മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പോഴാ ഓട് തലയിൽ വീഴാന്ന് അറിയില്ല. ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കുകയും ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഇത്തിരി വൃത്തിയും വെടിപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കേറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ല. എന്നാലും ശരി. അമ്മേ അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ, ഒരു തമാശ കാട്ടി തരാം. എന്താടി? ഒന്നിങ്ങോട്ട് വരൂ. ഈ ആളെ അറിയോ അമ്മേ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? യേശുദാസ്. അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ. ഇതാണ് സംഗീതം. കേട്ടാ. എത്ര കാശ തരേണ്ടത്? ഒന്നും വേണ്ട. നിൽക്കൂ, സൗജന്യൊന്നും എനിക്ക് വേണ്ട. ഈ ചെമ്പൈ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ? പരിഹസിക്കരുത്. കള്ളത്തരം മുഴുവൻ പറഞ്ഞു വലിയ കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ഇവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകരവർമ്മ. എന്തുണ്ടായി തമ്പ്രാട്ടി? കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടമറിയില്ല അത്രേ. എന്നിട്ട് ആ വേലക്കാരി പെണ്ണ് പാടിയ പാട്ട് കേമം. ചേരേണ്ടതല്ലേ ചേരൂ. കണ്ട ആശാരി ചെക്കന്റെ കൂടെ പാടാൻ ഇടവന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ? അമ്മ എന്നെ ഒന്ന് കാണട്ടെ. പൊട്ടരാണത്രേ, പൊട്ടര്.